ഹായ് എവ്രി വൺ, R4യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വീണ്ടും 90-ന് മുകളിൽ ടച്ച് ചെയ്യുകയും മിഡിൽ ഈസ്റ്റിലെ ആ ഒരു ടെൻഷൻസ് ഗ്ലോബൽ ലെവലിൽ ഒരു ആശങ്ക പടർത്തുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് തുടങ്ങിയത്. അപ്പോൾ പൊതുവേ സമാധാനത്തിലേക്ക് നീങ്ങുകയായിരുന്ന ആ മിഡിൽ ഈസ്റ്റിലെ ക്രൈസിസ്, അവിടെ ഇറാൻ അപ്രതീക്ഷിതമായിട്ട് US ബേസുകൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങൾ, അത് മൊത്തത്തിൽ വാർ വീണ്ടും എസ്കലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഫ്രഷ് അറ്റാക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ക്രൂഡ് ഓയിൽ വിലയിൽ പെട്ടെന്നുള്ള ഒരു സ്പൈക്ക് ഉണ്ടാക്കാൻ കാരണമായത്. എന്നാൽ അവിടെ ആശ്വാസകരമായ ഒരു കാര്യം, ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് 100-ന് മുകളിലേക്ക് കുതിച്ചിട്ടില്ല എന്നുള്ളതാണ്. കൂടാതെ ഒരു ഡിപ്ലോമാറ്റിക് ടോക്സിന്റെ സാധ്യതകൾ പൊതുവെ മാർക്കറ്റ് കാണുന്നുണ്ട് എന്നുള്ളതും മാർക്കറ്റിൽ ഒരു വലിയ ഒരു ക്രാഷിൽ നിന്നും ഒഴിവായതായിട്ട് കാണാം. അപ്പോൾ ഇന്ന് ഒരു ഫ്ലാറ്റ് ക്ലോസിങ്ങോടെ ഓപ്പൺ ചെയ്ത നിഫ്റ്റി ട്രേഡിംഗ് അവേഴ്സിന്റെ ഭൂരിഭാഗം സമയങ്ങളിലും ഫ്ലാറ്റ് ആയിരുന്നെങ്കിലും അവസാന മണിക്കൂറുകളിൽ ശക്തമായ കുതിപ്പോടെ 24,300 മറികടന്നായിട്ട് കാണാം. ഏറ്റവും ഒടുവിൽ 24,317 എന്ന ലെവലിൽ അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ഒരു പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ നിഫ്റ്റിയിലും ലാർജ് ക്യാപ് സ്റ്റോക്കുകളിലും മാത്രമാണ് ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത്. ബ്രോഡ് മാർക്കറ്റിൽ ഈ ഒരു ബൈങ് ദൃശ്യമല്ല. അപ്പോൾ മൊത്തത്തിൽ ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകളാണ് കൂടുതലുള്ളത്, അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകൾ കുറവായിരുന്നു. അതുപോലെ സെക്ടർ വൈസ് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാലും ഭൂരിഭാഗം സെക്ടറുകളും ഒരു ഫ്ലാറ്റ് പെർഫോമൻസ് ആണ് ഇന്ന് കാണാൻ കഴിയുന്നത്. എന്നാൽ അവിടെ എടുത്തു പറയത്തക്ക മുന്നേറ്റം നടത്തിയത് ഓട്ടോ സെക്ടറാണെന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇന്ന് നിഫ്റ്റി 50-ലെ ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്കായിട്ട് മാറിയത് മഹീന്ദ്രയാണ്. അപ്പോൾ മഹീന്ദ്രയുടെ പുറത്തു വന്നിട്ടുള്ള റിസൾട്ട് മാർക്കറ്റിൻ്റെ എക്സ്പെക്റ്റേഷന് ബീറ്റ് ചെയ്യുന്ന ഒരു റിസൾട്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ഇതേ ക്വാർട്ടറിലുള്ള അതിൻ്റെ 4,083 കോടിയിൽ നിന്നും 34% ഉയർന്നുകൊണ്ട് 5,455 എന്ന ലെവലിലേക്ക് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ഉയർന്നതായിട്ട് കാണാം. കൂടാതെ സ്റ്റാൻഡ് അലോൺ നെറ്റ് പ്രോഫിറ്റ് 7% വർദ്ധിച്ചതായിട്ടും കാണാം. ഇപ്പോൾ മഹീന്ദ്ര നമുക്കറിയാം, അതൊരു കോൺഗ്ലോമറേറ്റ് ആണ്. പല ഡൈവേഴ്സിഫൈഡ് ബിസിനസ് ഉള്ള ഒരു വലിയൊരു ബിസിനസ് ഗ്രൂപ്പാണ്. അവരുടെ കോർ ബിസിനസ് ആയിട്ടുള്ള ഓട്ടോ വിഭാഗത്തിൽ 23% വളർച്ച ഉണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ SUV-യിൽ 15% ഒരു വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ അവരുടെ ഫാം എക്യുപ്മെൻറ്റ് സെക്ടർ, ട്രാക്ടർ, അതുപോലെ അഗ്രികൾച്ചർ, ഈ ഒരു മേഖലയിലുള്ള എക്യുപ്മെൻറ്റ്സിൻ്റെ വിൽപ്പനയിൽ 44% ഒരു മാർക്കറ്റ് ഷെയർ അവർക്ക് നിലവിൽ സ്വന്തമാക്കിയതായിട്ട് കാണാം. കൂടാതെ മഹീന്ദ്രയുടെ മറ്റ് ബിസിനസ്സുകളായിട്ടുള്ള മഹീന്ദ്ര ഫിനാൻസിൽ നിന്നുള്ള ആ ഒരു ഡിവിഡൻഡ് ഇവർക്ക് വലിയ തോതിൽ ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ടെക് മഹീന്ദ്ര കാര്യമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ മഹീന്ദ്ര ലൈഫ് സയൻസിൻ്റെ റിയൽറ്റി സ്റ്റോക്കിൽ അതിൻ്റെ പ്രീ സെയിൽസ് വലിയ തോതിൽ ഇരട്ടിയായി വർദ്ധിച്ചതായിട്ടും കാണാം. കൂടാതെ മഹീന്ദ്ര ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, അവരുടെ ട്രക്ക് ആൻഡ് ബസ് ഡിവിഷൻ അത് സാമ്പത്തികമായിട്ട് മൊത്തത്തിൽ ഒന്ന് റീസ്ട്രക്ചർ ചെയ്യുകയാണ്. SML മഹീന്ദ്രയിലേക്ക് 525 കോടി രൂപയ്ക്ക് സ്ലം വിൽപ്പനയിലൂടെ മാറ്റാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി വിശദമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ, അതായത് നമുക്ക് സാധാരണ ഒരു ബിസിനസ് അതിൻ്റെ ഓരോ ആസ്തിയും അതിൻ്റെ ബാധ്യതകളും ഒക്കെ കണക്കൂട്ടിയിട്ടാണ് നമ്മൾ വിൽപ്പന നടത്തുക. പക്ഷേ ഇവിടെ ഇവരുടെ ആ ഒരു ബസ് ട്രക്ക് ബിസിനസ് അത് പൂർണ്ണമായിട്ടും ഒരൊറ്റ യൂണിറ്റായിട്ട് അതിൻ്റെ കെട്ടിടങ്ങൾ, മിഷനറികൾ, ജീവനക്കാർ, ലൈസൻസുകൾ, നിലവിലുള്ള കരാറുകൾ, കടങ്ങൾ എന്നിവയെല്ലാം ഒന്നിച്ചിട്ട് ഇതെല്ലാം ചേർത്ത് 525 കോടി എന്നുള്ള ഒരു ലംസം എമൗണ്ടിന് SML മഹീന്ദ്രയ്ക്ക് കൈമാറുകയാണ്. ഈ SML മഹീന്ദ്ര മുമ്പ് SML ഇസുസു എന്ന പേരിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ കമ്പനിയിൽ നിന്ന് 58% സ്റ്റോക്കുകൾ കൈക്കലാക്കിയതോടെയാണ് SML മഹീന്ദ്ര എന്ന പേരിൽ അത് അറിയപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്നത് മഹീന്ദ്ര ഗ്രൂപ്പിന് കീഴിലുള്ള കമേഴ്ഷ്യൽ വെഹിക്കിൾ ബിസിനസ് 2 വെവ്വേറെ ഇടങ്ങളിലായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് മഹീന്ദ്രയുടെ സ്വന്തം ട്രക്ക് ആൻഡ് ബസ് ഡിവിഷൻ, മറ്റൊന്ന് SML മഹീന്ദ്ര. അപ്പോൾ ഈ ചെറിയ ട്രക്കുകൾ മുതൽ ഹെവി ബസ്സുകൾ വരെയുള്ള മുഴുവൻ ആ ഒരു കമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെന്റ് ഇനി SML മഹീന്ദ്ര എന്ന ഒറ്റ കമ്പനിക്ക് കീഴിൽ വരും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സപ്ലൈ ചെയിൻ, അതുപോലെ ടെക്നോളജി, അതുപോലെ ഡീലർഷിപ്പ്, ഡിസ്ട്രിബ്യൂഷൻ, ആ ഒരു നെറ്റ്വർക്ക്, ഇവയൊക്കെ ഏകോപിപ്പിക്കുന്നതിലൂടെ കമ്പനിയുടെ ആ ഒരു മൊത്തം മാനുഫാക്ചറിങ് എക്സ്പെൻസസ് കുറക്കാനും കൂടുതൽ വേഗത്തിൽ മാർക്കറ്റ് പിടിച്ചെടുക്കുവാനും സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ രീതിയിൽ ബിസിനസ് റീസ്ട്രക്ചർ ചെയ്യുന്നതിലൂടെ മഹീന്ദ്രയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തം നിലയിൽ വളരെ ലാഭകരമായി പ്രവർത്തിക്കുന്ന പാസഞ്ചർ SUVs, ഇപ്പോൾ സ്കോർപിയോ, അതുപോലെ താർ പോലെയുള്ള വാഹനങ്ങൾ, അതുപോലെ ട്രാക്ടറുകൾ, കൂടാതെ ഇവരുടെ ഇലക്ട്രിക് വാഹനങ്ങൾ, ഇവയിലൊക്കെ കൂടുതൽ ക്യാപിറ്റൽ ഇറക്കുവാനും കൂടുതൽ അതിൻ്റെ ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും ഇവർക്ക് സാധിക്കും. അപ്പോൾ ചുരുക്കത്തിൽ മഹീന്ദ്ര ഗ്രൂപ്പ് ഈ ടാറ്റ മോട്ടോഴ്സ് പോലെ കമേഴ്ഷ്യൽ വെഹിക്കിളിന് ഒരു വിഭാഗവും അതുപോലെ പാസഞ്ചർ വെഹിക്കിൾ മറ്റൊരു വിഭാഗവും ആക്കിക്കൊണ്ട് അപ്പോൾ ഗ്രൂപ്പിൻ്റെ ആ ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചർ കൂടുതൽ സിംപ്ലിഫൈ ചെയ്യുകയും അവരുടെ റൈവൽസ് ആയിട്ടുള്ള അശോക് ലൈലൻഡ്, ടാറ്റ മോട്ടോഴ്സിനെതിരെ ശക്തമായ മത്സരം കാഴ്ചവെക്കുവാനുമുള്ള ഒരു നീക്കമാണ് ഇവരിപ്പോൾ നടത്തുന്നത്.
അപ്പോൾ മഹീന്ദ്രയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മുന്നേറ്റം മറ്റ് ഓട്ടോ സ്റ്റോക്കുകളിലെയും എഫക്റ്റ് ചെയ്തതായിട്ട് കാണാം. ഇന്ന് മൊത്തം ഓട്ടോ സെക്ടറിലെ ലീഡിംഗ് ആയിട്ടുള്ള ഓട്ടോ ആക്സിലറി കമ്പനികളൊക്കെ നല്ല മുന്നേറ്റം നടത്തിയായിട്ട് കാണാം. അപ്പോൾ ഈ മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങൾക്കിടയിൽ വെഹിക്കിൾ മാർക്കറ്റിന്റെ ഡിമാൻഡും അതുപോലെ വരാൻ പോകുന്ന ഉത്സവ സീസണിലുള്ള വാഹന വിൽപ്പനയുടെ ആ ഒരു പ്രതീക്ഷകളുമൊക്കെ ഓട്ടോ സെക്ടറിലേക്ക് കൂടുതൽ ബൈങ് ദൃശ്യമാകുന്നുണ്ട്. കൂടാതെ കമ്പനികളുടെ ഏർണിംഗ്സ് റിപ്പോർട്ടുകൾ വളരെ പോസിറ്റീവ് ആണെന്നും അതുകൊണ്ട് തന്നെ പല ഓട്ടോ ആക്സിലറി കമ്പോണൻറ്റ് കമ്പനികളുടെയൊക്കെ റിസൾട്ട് മെച്ചപ്പെടുമെന്നുള്ള ഒരു പ്രതീക്ഷയും മാർക്കറ്റിലുണ്ട്. ഇനി നമ്മൾ ഇന്നലെ നടന്ന സുപ്രധാനമായിട്ടുള്ള US ഫെഡ് റിസർവ് മീറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിസിഷൻസ് നമുക്ക് കാണാൻ കഴിയും. US ഫെഡ് റിസർവിൻ്റെ ആ ഒരു പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ നിലനിർത്തിയിട്ടുണ്ടെങ്കിലും മാർക്കറ്റ് അത് ഒരു മിക്സഡ് ആയിട്ടുള്ള റെസ്പോൺസാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ആദ്യം ഈ ഫെഡ് റിസർവ് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് മാറ്റമില്ലാതെ തുടരും എന്നുള്ള വാർത്ത വന്നതോടെ US മാർക്കറ്റിൽ നേരിയൊരു മുന്നേറ്റം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഫെഡ് ചെയർമാൻ്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം വമ്പിച്ച ഇടിവ് US മാർക്കറ്റിൽ ഇന്നലെ ഉണ്ടായതായിട്ട് കാണാം. ഇപ്പോൾ നാസ്ഡാക്ക് S&P 500 ഒക്കെ 1.5% ഇടിഞ്ഞപ്പോൾ ഡൗ ജോൺസ് ഏകദേശം 2.2% താഴത്തേക്ക് വന്നിരുന്നു. ഏറ്റവും ഒടുവിൽ നാസ്ഡാക്ക് 1.7%-ലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. അപ്പോൾ ഈ FOMC മീറ്റിംഗിലെ 12 മെമ്പേഴ്സിൽ 3 പ്രാദേശിക ഫെഡ് പ്രസിഡന്റുമാർ ഈ പലിശ നിരക്ക് ഉയർത്തണമെന്നാവശ്യപ്പെട്ട് വോട്ട് ചെയ്തതായിട്ടാണ് റിപ്പോർട്ടുകൾ. FOMC പോളിസി ഒരു യുനാനിമസ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നില്ല, അവിടെ ശക്തമായ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. ഇൻഫ്ലേഷൻ 2% എന്ന ലക്ഷ്യത്തിലേക്ക് താഴ്ന്നില്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇനിയും കൂട്ടാൻ മടിക്കില്ലെന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രസ്താവനയാണ് ചെയർമാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ മാസത്തിൽ വരാൻ പോകുന്ന FOMC മീറ്റിങ്ങിൽ ഈ ഇൻഫ്ലേഷനും അതുപോലെ ഈ മിഡിൽ ഈസ്റ്റിലെ ഈ ക്രൂഡ് ഓയിൽ ക്രൈസിസും ഒക്കെ ഇതേപോലെ തുടരുകയാണെങ്കിൽ ആ ഒരു മീറ്റിങ്ങിൽ തീർച്ചയായിട്ടും ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയേക്കാം എന്ന ഒരു വിലയിരുത്തലിലാണ് US മാർക്കറ്റ് വലിയ തോതിൽ കഴിഞ്ഞ ദിവസം ഇടിഞ്ഞത്. ഇത് നമ്മൾ ഒരു സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻ കാണുകയാണെങ്കിൽ നിഫ്റ്റി 500-ൽ ഏറ്റവും ശക്തമായ മുന്നേറ്റം നടത്തിയ ഒരു സ്റ്റോക്ക് ഇന്ന് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് ആണ്. ഏകദേശം 10 മുതൽ 11% വരെ ഈ സ്റ്റോക്കിൽ റാലി നടന്നു. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ റിസൾട്ട് മാർക്കറ്റ് എക്സ്പെക്റ്റേഷനെ ബീറ്റ് ചെയ്യുന്ന ഒരു റിസൾട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് സ്റ്റോക്കിലുണ്ടായത്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഇതേ ക്വാർട്ടറിൽ അപേക്ഷിച്ചിട്ട് ഏകദേശം 54% ഒരു മുന്നേറ്റം ഇതിൻ്റെ നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ റവന്യൂ ഫ്രോം ഓപ്പറേഷൻ 25% വെച്ച് വർദ്ധിച്ചിട്ടുമുണ്ട്. അതുപോലെ എബിറ്റ മാർജിൻ 18%-ന് 21%-ആയിട്ടും ഉയർന്നിട്ടുണ്ട്. അപ്പോൾ യൂറോപ്യൻ മാർക്കറ്റിൽ ഇവരുടെ ബിസിനസ് ഒരു സ്ഥിരത പാലിച്ചപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് മികച്ച വിൽപ്പനയാണ് കമ്പനിക്ക് ലഭിച്ചത്. അപ്പോൾ കമ്പനിയുടെ മൊത്തം വിൽപ്പനയുടെ 40% മാർക്കറ്റ് ഷെയർ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ കാർഷിക വ്യവസായ മേഖലയിലെ ടയറുകളുടെ ഓഫ് ഹൈവേ ടയേഴ്സിൻ്റെ മികച്ച ഡിമാൻഡ് വന്നതാണ് കമ്പനിയുടെ ആ ഒരു വരുമാനത്തിൽ ഈ മുന്നേറ്റത്തിന് കാരണം. അപ്പോൾ കമ്പനിയുടെ ആ ഒരു വരുമാനത്തിൻ്റെ 90% വരുന്നത് ഈ ഒരു ഓഫ് ഹൈവേ ടയേഴ്സാണ്. കൂടാതെ ഗുജറാത്തിലെ ഭുജ് പ്ലാന്റിൽ കാർബൺ ബ്ലാക്ക് നിർമ്മാണ ശേഷി കൂട്ടിയതും സ്വന്തമായി വൈദ്യുതി നിർമ്മിക്കുന്നതും ഇവരുടെ നിർമ്മാണ ചെലവ് ഗണ്യമായിട്ട് കുറച്ചിട്ടുണ്ട്. കൂടാതെ 2026 ഏപ്രിൽ മുതൽ ട്രക്ക്, ബസ്, റേഡിയൽസ് ടയറുകളുടെ ഒരു വിതരണം ആരംഭിച്ചതും കൂടാതെ ഇവർ 2 വീലർ സെഗ്മെൻറ്റിലേക്ക് പ്രവേശിച്ചതും ഇവരുടെ പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നിട്ടിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തെ ആ ഒരു സ്റ്റോക്ക് പ്രൈസിൽ ഉണ്ടായിട്ടുള്ള ഇടിവ് റിക്കവറി ചെയ്യുന്ന രീതിയിലുള്ള ഒരു Q1 റിസൾട്ടാണ് കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ഈ സ്റ്റോക്കിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നടക്കാൻ കാരണമായിട്ടുണ്ട്. അതുപോലെ നമ്മളിന്ന് IT സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള ആ ഒരു ബുള്ളിഷ്നസ് ഇപ്പോഴും തുടർന്ന് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് നിഫ്റ്റി IT ഇൻഡെക്സ് ഏകദേശം 20%-ന്റെ ഒരു മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ടോട്ടലായിട്ട് കഴിഞ്ഞ ഒരു വർഷത്തെ നിഫ്റ്റി IT ഇൻഡെക്സിൻ്റെ റിട്ടേൺ -10% ആണ്. അപ്പോൾ ഈ IT ഇൻഡെക്സിലുള്ള കോഫോജ്, പെർസിസ്റ്റന്റ്, ടെക് മഹീന്ദ്ര, ഒറാക്കിൾ ഫൈനാൻഷ്യൽസ് ഈ സ്റ്റോക്കുകൾക്ക് മാത്രമാണ് നിഫ്റ്റി IT ഇൻഡെക്സിനെ ബീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. ഒരു മാസം ഈ സ്റ്റോക്കുകളിൽ ഏകദേശം 20% മുതൽ 30% വരെയുള്ള റാലി നടന്നിട്ടുണ്ട്. ഇപ്പോഴും കഴിഞ്ഞ ഒരു വർഷമായിട്ട് 20%-ഓളം ലോസിൽ നിൽക്കുന്ന 3 പ്രധാനപ്പെട്ട സ്റ്റോക്കുകളാണ് ഇൻഫോസിസും, TCS-ഉം, വിപ്രോയും. അപ്പോൾ ഈ ഒരു റാലിയിൽ ഇനിയും ആ ഒരു 52 വീക്ക് ഹൈയിലേക്ക് തിരിച്ചെത്താൻ സ്പേസ് ബാക്കിയുള്ള സ്റ്റോക്കുകളായിട്ട് ഈ 3 സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ HCL ടെക്കിൽ അവിടെ 7% ഒരു സ്പേസ് മാത്രമാണ് ബാക്കിയുള്ളത്. അതായത് അതിൻ്റെ 52 വീക്ക് ഹൈയിലേക്ക് തിരിച്ചെത്താൻ ഒരു 7% കൂടി മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട്. കൂടാതെ എംഫസിസ്, LTI മൈൻട്രി പോലെയുള്ള സ്റ്റോക്കുകളിലും HCL ടെക്ക് പോലെ ഒരു 10% മുതൽ 15% ഒരു മുന്നേറ്റം നടന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രീവിയസ് ഹൈയിലേക്ക് തിരിച്ചെത്താൻ സാധിക്കും. അപ്പോൾ ഇവിടെ FIAs നമുക്കറിയാം കഴിഞ്ഞ ദിവസം ശക്തമായ ഒരു ബൈങ് നമ്മുടെ മാർക്കറ്റിൽ നടത്തിയിരുന്നു. സ്വാഭാവികമായിട്ടും അത് IT സ്റ്റോക്കുകളിലായിരിക്കാം ആ ബൈങ് എന്നാണ് പൊതുവെ കണക്കൂട്ടപ്പെടുന്നത്. ഇന്നും ഈ അടുത്ത കാലത്ത് കണ്ട അതിശക്തമായ ഒരു ബൈങ്ങാണ് FIAs നടത്തിയിരിക്കുന്നത്. 3600 കോടിയോളമുള്ള ഒരു മാസീവ് ബൈങ് ആണ്. അതും ഈ IT സെഗ്മെൻറ്റിലാണോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സെക്ടർ വളരെ കോഷ്യസ് ആയിട്ടാണ് ഇൻവെസ്റ്റേഴ്സ് കാണുന്നത്.
നമ്മൾ നിഫ്റ്റി ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ പുട്ട് കോൾ റേഷ്യോ ഇപ്പോൾ 1.29 എന്ന ലെവലാണ്. അപ്പോൾ പുട്ട് റൈറ്റേഴ്സിൻ്റെ ഒരു ആധിപത്യം തന്നെയാണ് ഇപ്പോഴും മാർക്കറ്റിലുള്ളത്. അതുകൊണ്ട് തന്നെ അണ്ടർലൈങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ്നെസ് എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ 24,250 മുകളിൽ നിൽക്കുന്നിടത്തോളം ഈ ഒരു ബുള്ളിഷ് മൊമെൻറ്റം അവിടെ ഉണ്ടാവും. മാക്സ് പെയിൻ ഏറ്റവും കൂടുതൽ കാണുന്നത് 24,250 അതുകൊണ്ട് തന്നെ മാർക്കറ്റ് താഴോട്ടേക്ക് പോയാലും ഈ 24,250 തിരിച്ചെത്താനുള്ളൊരു പ്രവണത നിഫ്റ്റി കാണിക്കാനുള്ള സാധ്യതയുണ്ട്. ഹയസ്റ്റ് പുട്ട് സൈഡിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് ഇപ്പോൾ 24,200 24,000 ലെവലിലാണ്. അപ്പോൾ അതാണ് കാര്യമായിട്ട് സപ്പോർട്ട് ലെവലായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. റെസിസ്റ്റൻസ് സൈഡിലേക്ക് വന്ന 24,500 24,600 ലെവലുകളിലാണ് കൂടുതലായിട്ട് കോൾ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത്. എങ്കിൽ പോലും ക്രൂഡ് ഓയിലിൻ്റെ വില അടുത്ത ദിവസങ്ങളിൽ ശക്തമായി ഉയരുകയും അത് 100 മുകളിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് കൂടുതൽ വീക്കാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിൽ വിലയിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് തീർച്ചയായിട്ടും നാളെ നമ്മൾ ട്രാക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളായിട്ട് ഷെയർ ആണുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.